ഇന്ത്യയിലെ ആകെ മൊത്തമുള്ള കൂലിയുടെ രീതി ഒന്ന് ഓർത്തു നോക്കാം നമുക്ക്. 2005 തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നപ്പോൾ എന്തുകൊണ്ടാണ് 180 രൂപയിൽ അവരുടെ ഒരു ദിവസത്തെ കൂലി നിശ്ചയിച്ചത്? കാരണം അന്ന് ഓൾ ഇന്ത്യ ശരാശരി കൂലി 180 വളരെ താഴെയായിരുന്നു. അപ്പം ഈ പേര് പറഞ്ഞ് തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടി എല്ലാവരും ഓടി നടക്കും. അപ്പോൾ നാട്ടിലെ ആൾക്കാരുടെ ഷോർട്ടേജ് ഉണ്ടാകും, കൂലിപ്പണിക്കാരുടെ. അങ്ങനെയാവുമ്പോൾ എല്ലാവരും കൂലി കൂട്ടിക്കൊടുക്കും. അങ്ങനെ ശരാശരി കൂലി വർദ്ധിപ്പിക്കാനുള്ള ഒരു ഉപാധിയായിട്ടാണ് അന്ന് 182 രൂപയായിട്ട് ഫിക്സ് ചെയ്തത്. അതിനുശേഷം അത് പടിപടിയായി വർദ്ധിച്ച് ഇന്ന് 330 രൂപയിൽ എത്തി നിൽക്കുകയാണ്. സത്യം പറയാമല്ലോ, ഈ കഴിഞ്ഞ ഇലക്ഷന് ഞാൻ നിർമ്മല സീതാരാമൻ ബഹുമാനപ്പെട്ട ധനമന്ത്രിക്ക് ഒരു മെസ്സേജ് കൊടുത്തിരുന്നു. അതിനകത്ത് തൊഴിലുറപ്പ് പദ്ധതിയുടെ കൂലി 400 രൂപയാക്കണമെന്നും അങ്ങനെയെങ്കിലും ഇന്ത്യയിലെ മിനിമം കൂലി 400-ന് മുകളിലാകട്ടെ എന്നുമാണ് ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്തിരുന്നത്. പക്ഷെ അവരത് നടപ്പാക്കിയില്ല. പക്ഷെ അവരുടെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടുണ്ടാകും തീർച്ചയായിട്ടും. അപ്പം എന്തുകൊണ്ടാണ് ഈ ആശാ വർക്കർമാർക്ക് കൊടുക്കുന്ന കൂലി 7000 കൂടുതലാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ വല്ലാതെ നമുക്ക് വല്ലാതെ എന്താ തോന്നുക, നമുക്ക് തന്നെ ഒരു അപകർഷതാ ബോധം തോന്നും. കാരണം ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ തൊഴിലിനെ പറ്റി പറഞ്ഞിരിക്കുന്ന എന്താണ്? മാന്യമായ തൊഴിലിന്റെ 4 നിർവചനങ്ങൾ, 4 മാനദണ്ഡങ്ങളാണ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. ഏതാ ഈ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 1919 നിലവിൽ വന്നതാണ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ അഥവാ ILO. 1945 ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടും യുണൈറ്റഡ് നേഷൻസും ഒക്കെ വരുന്നതെന്ന് ഓർക്കണം. അപ്പൊ അതൊക്കെ വരുന്നതിന് മുൻപേ തന്നെ 1919 വന്നതാണ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. ആ ലേബർ ഓർഗനൈസേഷൻ 2000 ആണ്ടിൽ 4 മാനദണ്ഡങ്ങൾ, ഡീസന്റ് ജോബിന്, മാന്യമായ തൊഴിലിന് 4 മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട്. ആ 4 മാനദണ്ഡങ്ങൾ ഏതൊക്കെയാണ്? എൻ്റെ മന്ത്രി പുങ്കവന്മാരും നേതാക്കന്മാരും ഒക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് കൊള്ളാം കേട്ടോ. ഏതൊക്കെയാണ് 4 മാനദണ്ഡങ്ങൾ? 1, ഡീസന്റ് വേജ്, മാന്യമായ കൂലി. ആ മാന്യമായ കൂലിയാണല്ലോ എൻ്റെ സഹോദരിമാരെ ആശാ വർക്കേഴ്സ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തത് എന്താണെന്നല്ലേ? ഫിക്സിറ്റി ഓഫ് ലേബർ, അതായത് ഹയർ ആൻഡ് ഫയർ പാടില്ല, എപ്പോ വേണമെങ്കിലും പിരിച്ചുവിടല് എടുക്കല് അതൊന്നും പാടില്ല. സ്ഥിര ജോലി അത് ആശാ വർക്കർമാർക്കുണ്ട്. അതുകൊണ്ടാണല്ലോ അവരാവശ്യപ്പെടുന്നത്, ഞങ്ങൾ റിട്ടയർ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് 5 ലക്ഷം രൂപയുടെ എങ്കിലും ഒരു ഫണ്ട് തരണം, ഒരു റിട്ടയർമെന്റ് ബെനിഫിറ്റ് തരണം. അതുപോലെ തന്നെ ഈ 7000 രൂപ ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ച് തരണം. ഇതൊക്കെ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനിൽ, അത് ഈ 2000 കൺവെൻഷനില് അന്ന് ഇന്ത്യ സൈൻ ചെയ്തിട്ടില്ല. പക്ഷെ 2010 ഇന്ത്യയും അതിൽ സൈൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നേതാക്കന്മാരെ, മന്ത്രിമാരെ, നിങ്ങൾ അതൊന്ന് എടുത്ത് നോക്ക്. ILOയുടെ ട്രീറ്റിയിൽ എന്താണ് ഇന്ത്യ സൈൻ ചെയ്തിരിക്കുന്നത്, ആ ട്രീറ്റിയിലെ ഉപാധികൾ എന്താണ് എന്ന്. എന്നിട്ട് പറ ഇവര് കള്ളത്തരമാണ് കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇവരെ ആക്ഷേപിക്ക്. അതിനു മുൻപ് അങ്ങനെ ആക്ഷേപിച്ചാൽ ആക്ഷേപം തിരിച്ചുകൊള്ളും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് എന്താണ് അപ്പൊ ഒന്നാമത്തേത് ഡീസന്റ് വേജ്, രണ്ടാമത്തേത് തുടർച്ചയായ ജോലി, അതായത് സ്ഥിരം ജോലി, മൂന്നാമത്തേത് ഡയലോഗ്, യൂണിയനൈസ് ചെയ്യാൻ, യൂണിയൻ ചേരാൻ, ഒത്തുചേർന്ന് അവനവന്റെ ടേംസ് ആൻഡ്, അതായത് സേവന വേതന വ്യവസ്ഥകളെ പറ്റി മാനേജ്മെന്റുമായിട്ട് സംസാരിക്കാനും ഒത്തുചേരാനുമുള്ള അവകാശമാണ് ഡയലോഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ മൂന്നാമത്തെ കാര്യമാണ് ഇപ്പൊ ആശാ വർക്കർമാർ ചെയ്യുന്നത്. ആ മൂന്നാമത്തെ കാര്യം ILO, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ളതും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സൈൻ ചെയ്തതുമായ ആ ട്രീറ്റിയിലെ മൂന്നാമത്തെ കാര്യമാണ് ഡയലോഗ്, അഥവാ എന്താണ്, സമരം ചെയ്യാനുള്ള അവകാശം. സമരം ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത്, അവരെ എംപ്ലോയ് ചെയ്തിരിക്കുന്ന ആളുമായിട്ട് അല്ലെങ്കിൽ ഗവൺമെന്റുമായിട്ട് അല്ലെങ്കിൽ സംഘടനയുമായിട്ട് സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള അവസരം, അതാണ് ഡയലോഗ്. ആ ഡയലോഗാണ് അവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഡയലോഗ് നടത്തി അത് ശരിയാക്കി അംഗീകരിച്ച് വേണ്ട തരത്തില് ചെയ്യണമെന്നാണ് നിങ്ങളുടെ എന്താ പറയാ, സഖ്യ സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികൾ പോലും, പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ പോലും നിങ്ങളോട് ആഹ്വാനം ചെയ്തു. നിങ്ങളുടെ കൂട്ടത്തിലുള്ള, നിങ്ങളുടെ മുന്നണിയിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പാർട്ടി പോലും ആവശ്യപ്പെടുന്നത് ഇത്. ആനിരാജ പറയുന്നത് ഞാൻ കേട്ടു, അതുപോലെ തന്നെ മിസ്റ്റർ വിശ്വം പറയുന്നത് ഞാൻ കേട്ടു.
അപ്പൊ അവരെയൊക്കെ എന്തുകൊണ്ട് മുഖവിലേക്ക് എടുക്കുന്നില്ല? അവർ നിങ്ങളെക്കാൾ ഉയർന്ന നിലവാരം പുലർത്തുന്നു എന്നുള്ളത് കൊണ്ടാണോ എന്ന എൻ്റെ സംശയം കേട്ടോ. അപ്പോൾ അങ്ങനെ നാലാമത്തത് ഏതാണ്? പെൻഷൻ, അതായത് സോഷ്യൽ സെക്യൂരിറ്റി. സോഷ്യൽ സെക്യൂരിറ്റിയാണ് നാലാമത്തെ കണ്ടീഷൻ. ഞാൻ ഒന്നോടെ ആവർത്തിച്ച് പറയാം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അതായത് ഒന്നാമത്തെ ഉയർന്ന വേതനം, ഡീസന്റ് വേജ്. രണ്ടാമത്തത് ഫിക്സിറ്റി ഓഫ് ലേബർ, അതായത് സ്ഥിര ജോലി. മൂന്നാമത്തത് ഡയലോഗ്, യൂണിയനൈസ് ചെയ്യാൻ, യൂണിയൻ ഫോം ചെയ്ത് ചർച്ചകൾ നടത്താനുള്ള അവകാശം. 4 സോഷ്യൽ സെക്യൂരിറ്റി അഥവാ പെൻഷൻ. ഈ 4ഉം ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങളുടെ സമരം അവസാനിച്ച് പോകാവൂ. പക്ഷെ അപ്പോഴും വേദന അനുഭവിക്കുന്ന, നിങ്ങൾ സാധാരണ രീതിയിൽ സഹായിച്ചുകൊണ്ടിരുന്നവരെ എപ്പോഴെങ്കിലും രാത്രിയിലെങ്കിലും പോയി കണ്ട് സഹായിക്കാൻ പറ്റുന്നെങ്കിൽ അവർക്ക് ആ സഹായം ചെയ്തു കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ അഭാവത്തിൽ അവരുടെ ജീവിതം അത്ര കണ്ട് ദുരിതപൂർണവും ദുസ്സഹവും ആകുന്നുണ്ടാകും. നിങ്ങളുടെ ഈ സമരം, നിങ്ങളോടുള്ള സഹാനുഭൂതി എന്തുകൊണ്ടുണ്ടായതാണ്? നിങ്ങളുടെ നന്മ കൊണ്ട്, നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിന്റെ വിശുദ്ധി കൊണ്ടാണ് നിങ്ങളോട് ഇത്രയധികം ചേർന്ന് നിന്നുകൊണ്ട് സംസാരിക്കാൻ ഈ നാട്ടിലെ ജനസമൂഹം ശ്രമിക്കുന്നത്. അതിനെ എതിർക്കുന്നവരൊക്കെ അതിൻ്റെ അതായത് കർമ്മം ചെയ്യുന്നവരാണ്. നിങ്ങൾ വിശുദ്ധ കർമ്മം ചെയ്യുന്നെങ്കിൽ അവർ അവിശുദ്ധ കൂട്ടുകെട്ടും അവിശുദ്ധ കർമ്മങ്ങളും ചെയ്യുന്നവരാണ്. അതുകൊണ്ടാണ് അവർ നിങ്ങളെ ഇത്ര മോശമായി ചിത്രീകരിക്കുന്നത് എന്നോർത്ത് പുറംതിരിഞ്ഞു നിൽക്കുക അവരോട്. നിങ്ങളുടെ ലക്ഷ്യം നേടുന്നത് വരെയും ഇതുപോലെ തന്നെ ശക്തമായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ സഹോദരിമാരെ എനിക്ക് നിങ്ങളോട് ആഹ്വാനം ചെയ്യാനുള്ളത്. അപ്പോൾ പിന്നെ നിങ്ങളുടെ മിനിമം കൂലി എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ തലത്തിലേക്കാൾ ഉയർന്നതാണ് എങ്കിൽ അതിനാരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഓൾ ഇന്ത്യ തലത്തിൽ ഇത്രയധികം 60+ പോപ്പുലേഷൻ ഇല്ല. അതുപോലെ തന്നെ ഇത്രയധികം കുന്നും മലയും ആനക്കാടും കരടിക്കാടും ഒന്നും കയറി നടന്ന് ജോലി ചെയ്യേണ്ടതില്ല. അപ്പോൾ ഇതിനെല്ലാം, അതായത് നിങ്ങൾ എടുക്കുന്ന അധിക ഭാരം, ആ അധിക ഭാരത്തിന്, അത് തന്നെയല്ല ആ നാട് പോലെ മറ്റ് സംസ്ഥാനങ്ങൾ പോലെയല്ല ഇവിടെ മാന്യമായ വേതനം എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അങ്ങനെ മാന്യമായ വേതനം കിട്ടുന്നിടത്ത് മാന്യമായി ജോലി ചെയ്യുന്ന നിങ്ങൾക്കും മാന്യമായ വേതനം കിട്ടണം. മാന്യമായ വേതനം ഉറപ്പായിട്ടും 7000 അല്ല. ഞാൻ പറഞ്ഞല്ലോ, 5 ദിവസം കൂലിപ്പണി ചെയ്താൽ കിട്ടുന്നതിനേക്കാൾ കുറഞ്ഞ വേതനമാണ് നിങ്ങൾ ഒരു മാസം 30 ദിവസമോ 31 ദിവസമോ ജോലി ചെയ്ത് നേടിക്കൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾ കണക്ക് കൂട്ടി കണക്ക് സഹിതം ഈ വില്ലന്മാരോട്, ഭരണപക്ഷത്തിരിക്കുന്ന വില്ലന്മാരോട് വിവരിച്ചു കൊടുക്കണം. അവരത് മനസ്സിലാക്കണം. അവർക്ക് വിവരമുണ്ടെങ്കിൽ അവരത് മനസ്സിലാക്കണം. അതനുസരിച്ച് അംഗീകരിച്ചുകൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും നിങ്ങളുടെ കൂടെയാണ്, എല്ലാ പാർട്ടികളും നിങ്ങളുടെ കൂടെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തീരുമാനങ്ങൾ എടുക്കാൻ അവർക്ക് ഇടവരുത്തി കൊടുക്കണം. നിങ്ങൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിങ്ങളുടെ സഹോദരി.